അഷ്കർ അലി കരിമ്പ മലപ്പുറത്തും നമുക്കൊപ്പം ചേരുകയാണ്. അഷ്കർ, ഹാപ്പി ആയില്ലേ? ഒരു ടെൻഷനില്ല, ഞങ്ങൾ കൂളായിട്ട് കാണുന്നതാ. ഇല്ല, എന്ത് ടെൻഷൻ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല. ഉറപ്പായി, ഒരു മാറ്റമില്ല. അതല്ല 100% കപ്പ് അർജന്റീന. എന്നാലും മെക്കാനിസ്റ്ററും അതുപോലെ തന്നെ അൽവാരിസും മാർട്ടസും ഒക്കെ തന്നെ ദൂരെ ഗോൾ അടിച്ചതോടെ അർജന്റീന സെമിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെയാണ് അർജന്റീനയുടെ പോരാട്ടം. അതിനുള്ള കാത്തിരിപ്പിനെയാണ്. കലാശ പോരാട്ടത്തിലേക്ക് ഏറ്റുമുട്ടാൻ കൂടി അർജന്റീന എത്തുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് സുജിത് ഒതുക്കങ്ങളൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ബിഗ് ടിവി ജേർണലിസ്റ്റ് മലപ്പുറം. ഓക്കെ, അഷ്കർ ആണ് നമുക്കൊപ്പം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അഷ്കർ, ആ ഹെഡ്സെറ്റ് കൂടി ഒന്ന് കണക്ട് ചെയ്താൽ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടി ചോദിക്കാനുണ്ടായിരുന്നു. എന്തായാലും അശ്വിൻ വല്ലത്തുകൂടി നമുക്കൊപ്പം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് നിന്ന് അശ്വിൻ, കോഴിക്കോട്ടെ പുതിയ പാലത്തെ ആവേശക്കാഴ്ചകൾ എങ്ങനെയാണ്? കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ചിരുന്ന് കളി കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്. ആ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം. അശ്വിൻ, കപ്പ് അർജന്റീന. കളി കാണാം. മെസ്സി നോക്കേരി. Absolute cinema. Vamos Argentina. vamos. ഒന്നുമില്ല. ഗുഡ്. വാമോ തുടർച്ച. അർജന്റീന ഒരു ടെൻഷനും ഇല്ല. മെസ്സിയൊക്കെ 13 മിനിറ്റ് മതി. കഴിഞ്ഞ കളി കാണിച്ചാണ് ഇതിന് 3 മിനിറ്റ് കൊണ്ട് ജയിക്കും. അടിപൊളി, സൂപ്പർ. മെസ്സി അടിക്കാൻ സംഭവം ബാക്കിയില്ലേ നമുക്ക്? ബാക്കി ചുണക്കുട്ടികളില്ലേ? അഷ്കർ അലി കരിമയുണ്ട്. അഷ്കർ, അവിടെ പടക്കം പൊട്ടിച്ചൊക്കെ ഉൾപ്പെടെ ആഹ്ലാദം, ആവേശമാണ്. അങ്ങനെ അർജന്റീന തുടർച്ചയായി സെമിയിൽ കടക്കുകയാണ്. അഷ്കറെ, ചെവി കേൾക്കാമോ? കേൾക്കാം. പിന്നെ ഇതിന് പ്രത്യേകത കൂടി ഉണ്ട്. ഇവിടെ ഈ പടക്കം മേടിച്ചുകൊണ്ടുവന്ന യഥാർത്ഥത്തിൽ ബ്രസീലിയറായിരുന്നു. അർജന്റീന പൊട്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പടക്കമാണ്. അല്ല, നിരാശയായി പോയി. നിരാശ ചെറുതായിട്ടുണ്ട്, ഇല്ലാന്ന് പറയില്ല. പക്ഷേ അർജന്റീന തോൽക്കുമ്പോൾ കൊണ്ടുവന്നതല്ലേ? കഴിഞ്ഞ കളിക്ക് കൊടുക്കുന്നതാണ്. കഴിഞ്ഞ കളിക്ക് അർജന്റീന തോൽക്കാൻ പൊട്ടിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ആ പടക്കം പൊട്ടിക്കാനുള്ള ഭാഗ്യം ഒരു മിനിറ്റ്, നിങ്ങൾ വന്നോണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങള് ഇംഗ്ലണ്ടും അർജന്റീനയാണ് ഈ പടക്കമായി കൊണ്ടുവരുന്നത്. ഒരു മിനിറ്റ്. അടുത്ത ഇംഗ്ലണ്ട് അർജന്റീന കളിക്ക് പൊട്ടിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോഴും അർജന്റീന പൊട്ടിക്കേണ്ടി വരും. ആ പടക്കം ഞങ്ങൾ വാങ്ങും. അർജന്റീനക്കാരെ കയ്യിൽ നിന്ന് പടക്കം ഞങ്ങൾ വാങ്ങി പൊട്ടിച്ചോളാം. ഇല്ലല്ലോ, അത് പൊട്ടിക്കൂല. 75 മിനിറ്റില് പടക്കം വാങ്ങാൻ പോയതോ പിന്നീട് വന്നിട്ടില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, കളി തുടങ്ങുന്ന ഫിഫയുടെ കമ്മിറ്റി ആരോപണം ഇപ്പോഴും ഉണ്ടോ? എംബോളയ്ക്ക് റെഡ് കാർഡ് കൊടുത്തൊക്കെ വിവാദമായിട്ടുണ്ട്. ഒക്കെ മാളത്തിൽ ഒളിച്ചു. അത് ഇഞ്ചുറി ടൈമിൽ പുറത്തിയാടി. ഓക്കെ, 100%. സ്വന്തം ടീമിനെ കുറിച്ച് ആത്മവിശ്വാസമല്ല. കളിക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ, കാണികൾ ഉണ്ടാവും. ഒരു 100-300 പേരെങ്കിലും ഉണ്ടാവും. അവർക്കൊന്നും യാതൊരു ഭയമില്ല. 100% ഞമ്മൾ ന്യായീകരിക്കൂല. ബ്രസീൽ ആരാധകർ ഒരിക്കലും ന്യായീകരിക്കൂല. ഞങ്ങൾ തോൽവി സമ്മതിക്കും. അർജന്റീന കളി എങ്ങനെ ഉണ്ടായിരുന്നു അത് പറയും, സത്യസന്ധമായിട്ട്. മുക്കി മൂളി അത്ര. 3 ഗോൾ അതായിക്കോട്ടെ, അങ്ങനെ 10 പേരും വെച്ചിട്ടല്ലേ സിസ്. ഇത് ഫ്രാൻസോ കൊണ്ടുപോകുള്ളൂ. ഇന്ത്യ ടീം ബ്രസീലായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഫ്രാൻസിനെ അർജന്റീന കൊണ്ടുപോകാൻ പാടില്ല. നന്നായി കളിക്കുന്നില്ല. പക്ഷെ ഓല് അതങ്ങനെയാണ്. ബ്രസീലാണെങ്കിൽ അങ്ങനെയാണ് പറയാ. അപ്പുറത്ത് അംഗീകരിക്കാൻ കഴിയില്ല. ഫ്രാൻസ് തൂക്കും. ഒരു ഫ്രാൻസ് ഇത് കണ്ടറിയില്ല. അല്ല, ഇവിടെയുള്ള ബ്രസീലുകാർ മുഴുവൻ ഫ്രാൻസ് ആയിട്ടുണ്ട്. പുതിയ ഫ്രാൻസ് ആണ്. നമ്മൾ കുറച്ച് ആൾക്കാർ ഫ്രാൻസ് കപ്പടിക്കാൻ സാധ്യതയുള്ള ടീമാണ്. 100%. ഒരു മാറ്റമല്ല. എങ്ങനെയായിരുന്നു മക്കളെ കളി? എങ്ങനെയായിരുന്നു ടീം? ഏതാ? അർജന്റീന. എങ്ങനെയായിരുന്നു പെർഫോമൻസ്? പഠിക്കോ? ഉറപ്പായിട്ട് പഠിക്കോ?
എന്തായാലും ബിനിൽ ഇതാണ് മറുപടി. ബിനിൽ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണ്. ബിനിലിന് കൂടി സന്തോഷമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 3 എണ്ണം അർജന്റീന ഗോളി ഗംഭീരമായി മക്കാലിസ്റ്ററും അൽവാർസും മാർട്ടൻസും അടിച്ച് കയറ്റിയിട്ടുണ്ട്. അത് ബിനിലിനെ പോലുള്ളവർക്കുള്ള മറുപടി കൂടിയാണ്. അഷ്കരെ, അപ്പൊ എന്തായാലും ഗംഭീരമായി കളിച്ചു അർജന്റീന എന്ന് പൊതുവിൽ എല്ലാവരും വിലയിരുത്തുകയാണ്. അപ്പം സെമിയിലേക്ക് വരുമ്പം കരുത്തരായിട്ടുള്ള ഇംഗ്ലണ്ടാണ് എതിരാളികൾ. ഇപ്പൊ ഈ ബ്രാച്ചുകൾ കമ്മിറ്റിക്കാരും അർജന്റീനയെ എതിർക്കുന്ന ആളുകളൊക്കെ പറയുന്നത് അർജന്റീനയ്ക്ക് ഇങ്ങനെ എളുപ്പമായിരുന്ന ടീമുകളെ കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പല ടീമുകളുമായിട്ട് നടന്ന മത്സരത്തിൽ, പ്രത്യേകിച്ച് കേപ്പ് വെർദെയായിട്ട് നടന്ന മത്സരത്തിലാണെങ്കിലും ഈജിപ്തിനെതിരായ മത്സരത്തിലാണെങ്കിലും ഇപ്പൊ ഇതാ സ്വിറ്റ്സർലൻഡിനെതിരായ മത്സരത്തിലാണെങ്കിലും അർജന്റീന പിന്നാക്കം നിന്നതിന് ശേഷമാണ് മുന്നോട്ട് വന്നത് എന്ന് കണ്ടതാണ്. അപ്പം ആ ആരോപണങ്ങളെ എല്ലാം തന്നെ ആരാധകർ തള്ളിക്കളയുകയാണ് അല്ലേ? പിന്നെ തീർച്ചയായും എങ്ങനെ തള്ളിക്കളയാതിരിക്കും. കാരണം ആ രീതിയിലുള്ള വലിയൊരു പെർഫോമൻസ് ആണല്ലോ നടത്തുന്നത്. അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതില് ഒരു കാര്യം, ഈ കമ്മിറ്റികൾ ഇതിന് ആരോപണത്തിന് എന്താ മറുപടി? ഒരു മറുപടി ഇല്ല. അവർ ഒന്നില്ലെങ്കിൽ അവർ ഇത് കേൾക്കാറില്ല. അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല. അവര് കളി ശരിക്കും കാണുന്നില്ല, വീക്ഷിക്കണില്ല. ഇനി ബാക്കിയുള്ളത് നമ്മളെ അർജന്റീനക്ക് വിളിക്കുമ്പോ പറയണ അയലോക്കത്തു നിന്നുള്ള കരച്ചിൽ കേൾക്കാൻ പറ്റാ. എങ്ങനെ തോറ്റു കൊടുക്കാന്നുള്ളതൊക്കെയാണ് പറയുന്നത്. തോറ്റു കൊടുത്തോട്ടെ. ഈ കരച്ചിൽ കാണാൻ പറ്റാ. അതുകൊണ്ട് ഇന്ന് തോറ്റു കൊടുക്കട്ടെ എന്ന് കരുതും. പക്ഷെ കാൽമ കളി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ല, വേറെ വഴിയില്ല. ഞങ്ങളൊന്നും കാട്ടിയിട്ട് കാര്യമില്ല. ഞങ്ങളൊന്നും ഒരുപാട് തോൽക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയി. കരച്ചിൽ കാണാൻ വയ്യാത്തോണ്ട്. പക്ഷെ ഫൗള് വെച്ചിട്ട് കിട്ടണല്ലേ? ഫേക്ക് ഫൗള്, റെഡ് കാർഡ് മാത്രം കണ്ടത് മാത്രമാണ് ആ കളി തീരുമാനത്. റെഡ് കാർഡ് ഇല്ലെങ്കിൽ 9 ആൾക്കാർ വെച്ചിട്ട് ആ കളി ഇതുവരെ അവർ കൊണ്ടുപോയിക്കണേ. അവരെന്നെ ഈ കളിയിൽ വെച്ചിട്ട് ഡയറക്റ്റ് കൊടുത്തല്ല, അത് റെഡ് കാർഡ് കൊടുക്കേണ്ടതല്ല. കാർഡ് കണ്ടോണ്ട് 9 ആളെ വെച്ച് അവർ ഈ കളി വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നെ ഈ കളി റെഡ് കാർഡ് അത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കാരണം റെഡ് കാർഡ് അവിടെ റെഡ് കാർഡിന് ഒരു ഇരുപതില്ല. കാരണം എല്ലാം കിട്ടി. രണ്ടാമത്തെ അയാൾ നിലനിൽക്കുന്ന മഞ്ഞക്കാട് കണ്ടന്റ് അതൊരു ശരിക്കും കമ്മിറ്റി കളി എന്ന് പറയാം. അപ്പൊ ബിനിലിനെ പോലെയുള്ള കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ചില യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. അതാണ് സത്യം അല്ലേ? യാഥാർത്ഥ്യം അംഗീകരിക്കാൻ അതാണ് ട്രൂത്ത്. അതാണ് ഓക്കെ. അപ്പൊ എന്തായാലും ഇത് അംഗീകരിക്കാൻ കഴിയൂല. ഞങ്ങൾക്ക് ഇത് കരുത്തിൽ നിർത്താനാണ് താല്പര്യം. ഞങ്ങൾ തോറ്റാ മതിയെന്ന് കരുതി വന്നാ. പക്ഷെ തോൽക്കണില്ല. എന്താ ചെയ്യാ? കളിക്കാൻ പഠിച്ചുപോയി. റെഡ് ഇപ്പൊ കിട്ടിയത് കണ്ടില്ല. എന്തിനാണെന്നല്ലേ? ഫേക്ക് ഫൗൾ അല്ലേ? കൊറേ മുന്നേ 2002 ബ്രസീൽ കപ്പെടുത്ത എങ്ങനെ മറ്റേ മോത്ത് തട്ടിയറിഞ്ഞാണ്ട് അവിടെ കടന്നു. ഓർമ്മല്ലേ? അതൊക്കെ ഫിഫ തോൽക്കാൻ സമ്മതിക്കാത്തതാണെന്നോ ചോദ്യം? ഫിഫ തോൽക്കാൻ സമ്മതിക്കാത്തതാണ്. അതൊക്കെ കണ്ടാൽ അറിയണില്ല. റെഡ് കാർഡ് കൊടുക്കേണ്ടതല്ല എന്ന് പറയാം. ഒരിക്കലുമല്ല. റഫറി വൺ സൈഡ് കളിച്ചു. ഒരിക്കലും ആ പ്ലെയർക്ക് റെഡ് കാർഡ് കൊടുക്കേണ്ട ടീമല്ല. തോൽവി നമ്മൾ അംഗീകരിക്കും. അതിന് യാതൊരു തടസ്സവും. മലപ്പുറത്തെ കളി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും തീരത്തില്ല. Big TV, without fear or favor.